പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു നല്ല ദിവസം എല്ലാ മക്കൾക്കും ആശംസിക്കുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ചുങ്കക്കാരനും ഫരിസേയൻ്റെയും പ്രാർത്ഥനയിലെ പലതവണ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് പ്രത്യേകമാവതും ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുക. തമ്പുരാൻ ഈ ഉപമ പറഞ്ഞപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് സ്വയം നീതിയേക്കാൾ താഴ്മയെ ഇഷ്ടപ്പെടുന്നു എന്ന് കർത്താവ് പറയുകയാണ്. പ്രീശനും ചുങ്കക്കാരനും, അഹങ്കാരിയായ ഒരു പ്രീശനും എളിമയുള്ള ഒരു ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെ ഈശോ താരതമ്യം ചെയ്യാണ്. ദൈവം എളിയവരെ ഉയർത്താൻ നോക്കും, എന്നാൽ അഹങ്കാരിയുടെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയുന്നു എന്ന് വചനഭാവം പറയുന്നുണ്ട്. ഓർക്ക പ്രിയമുള്ളവരെ, ദൈവം മുമ്പാകെ തന്നെ താഴ്ത്തുവാൻ ശ്രമിച്ച് പ്രാർത്ഥിച്ച ചുങ്കക്കാരനും മറ്റുള്ളവരെക്കാൾ നീതീകരിക്കപ്പെട്ടവനായി തൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ആ ചുങ്കക്കാരനെ ഈശോ അഭിനന്ദിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥനാ മനോഭാവത്തെ ഈശോ നമുക്ക് മാതൃകയായി തരികയാണ്. സ്വന്തം നീതിയെ ഉയർത്തിക്കാട്ടുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് ഫരിസേൻ അഭിമാനത്തോടെ പ്രാർത്ഥിക്കുന്നു. ആ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഓർക്കാ പ്രിയമുള്ളവരെ, ചുങ്കക്കാരൻ തൻ്റെ പാപാവസ്ഥ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ കരുണയ്ക്കായി താഴ്മയോടെ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ മനോഭാവം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, കാരണം തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നീതീകരിക്കപ്പെടുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാനോ സ്വീകാരനായോ പ്രഖ്യാപിക്കപ്പെട്ട തരത്തിൽ ഈ വ്യക്തി പ്രാർത്ഥിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എളിമയുള്ള ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, ഒരു അത്ഭുതകരമായ വസ്തുത നിരീക്ഷിക്കുക, ദൈവം ഉന്നതനാണ്, നമ്മെ തന്നെ അത് ഉയർത്തുന്നു. ദൈവം അങ്ങനെ അഹങ്കാരത്തിൻ്റെ അവസ്ഥയാകുമ്പോൾ നമ്മളെ വിട്ട് ഓടിപ്പോകുന്ന സെന്റ് അഗസ്തീൻ പറയുന്നത്. എന്നാൽ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, എളിമയുള്ള മനോഭാവത്തോട് പ്രിയമുള്ളവർ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, ഞാൻ ചെയ്യുന്നതിൽ അഭിമാനിക്കുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് എന്നെ ഓർപ്പിക്കണമേ. എനിക്കുള്ള ഓരോ നന്മയും നിന്നാർന്ന ചിന്തയോടുകൂടി എൻ്റെ ബലഹീനത തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ അരികിലേക്ക് വരുമെന്നും അഹങ്കാരത്തോടെ പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നിന്നും ഓടി അകലും എന്ന ചിന്തയോടുകൂടി പ്രാർത്ഥിക്കുവാനും ജീവിക്കാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.